കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഹൈന്ദവ സംസ്കാരം, ആ സംസ്കാരത്തിൽ കോടാനുകോടി മനുഷ്യർ ആരാധിക്കുന്ന ശിവഭഗവാനെയും പാർവതി ദേവിയെയും വളരെ മോശമായ രീതിയിൽ ഒരു വൃദ്ധൻ ചിത്രീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഹൈന്ദവർക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടി കാണും എന്ന് വിചാരിക്കട്ടെ. എന്തായാലും ദേവീദേവന്മാരുടെ ഗുഹ്യതയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പള്ളികൾക്കടിയിൽ ശിവന്റെ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളം എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിന് അതറിയില്ല. അദ്ദേഹത്തിന് ഈ ലിംഗം, യോനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അറിവ് മാത്രമേ ഉള്ളൂ. ആ അറിവ് കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ആ അറിവാണ് അവർക്ക് ഏറ്റവും വലിയ അറിവും അത് തന്നെയാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ക്ഷേത്രം അതല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ അത് പിന്നീട് പലപ്പോഴും അധിനിവേശ കാലത്ത് പള്ളികളാക്കി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതുമാണ്. പലപ്പോഴും ഇന്ത്യയിലെ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ടും ഈ അടയാളങ്ങൾ കാണാനും കഴിയും. ഞാൻ കുത്തുബ് മിനാറിൽ പോയപ്പോൾ അന്ന് അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞു, ഇതാണ് ഇവിടുത്തെ മദ്രസ എന്ന് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ ആ മദ്രസയുടെ തൂണുകളൊക്കെ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മുഖം അടിച്ചുടച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു നൊമ്പരമാണ് ഉണ്ടായത്. 100ഓളം ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടാണ് മദ്രസ ഉണ്ടാക്കിയത് എന്നാണ് അന്ന് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഇന്ത്യയുടെ മിക്ക ഭാഗത്തും ക്ഷേത്രങ്ങൾ തകർക്കുകയും അതിൻ്റെ മുകളിൽ പള്ളി പണിയുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. ആ സത്യത്തെ ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. എന്തിനാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ അടുത്ത കാലത്ത് ഒരു പള്ളി ഉയർന്നു. അത് ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നു. ഒരു ലജ്ജയുമില്ലാതെ അതിനെ ന്യായീകരിക്കുക. അതേപോലെ തന്നെയാണ് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു മഹാക്ഷേത്രം പള്ളിയായി മാറിക്കഴിഞ്ഞു. ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കങ്ങളെ നീതിന്യായ വ്യവസ്ഥ അതിനെ വിചാരണ ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ കണ്ട് അതിൻ്റെ ന്യായാന്യായങ്ങൾ കണക്കാക്കി വിധി പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിലാണ് ഒരു കയ്യേറ്റവും നടന്നിട്ടില്ല. നേരിട്ട് രാജ്യത്തിന് നമുക്ക് പറയാവുന്ന ഒരു കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദിന്റെ കാര്യത്തിലാണ്. അതല്ലാതെ വേറെ ഒരു ലഹളയും എവിടെയും ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. മറിച്ച് മറുവശത്തു നിന്നാണ് ലഹള എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പൊ ഗ്യാൻവ്യാപി നമുക്കെടുക്കാം. ഗ്യാൻവ്യാപിയിലെ ആ ഈ ഒതു എടുക്കുന്ന കുളത്തിന്റെ നടുക്കുള്ളത് ശിവലിംഗമാണെന്ന്
ഏത് കുട്ടിക്കും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്തരം വസ്തുതകൾ ഈ രാജ്യത്തുണ്ട്. അതിനെതിരെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ആ നിയമ പോരാട്ടങ്ങളൊക്കെ കോടതിയാണ് അതിൻ്റെ ശരി തെറ്റുകൾ നിശ്ചയിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയെക്കുറിച്ച് സംശയം വന്നാൽ നിങ്ങൾ വന്നു നോക്കിക്കോളൂ, ഇതിനകത്ത് ക്ഷേത്രങ്ങളുടെ വല്ല അവശിഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ വന്നു നോക്കൂ, പരിശോധിച്ചു നോക്കൂ എന്ന് പറയാൻ ആ സമൂഹം തയ്യാറാവുകയും വേണം. അതല്ലേ നീതി? ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഒരു ശിവലിംഗവും ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഇതാ ഞങ്ങൾ മലർക്കെ തുറന്നിട്ട് തരുന്നു, നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം. അതാണ് നീതി, അതാണ് വ്യവസ്ഥ. അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഇതേപോലെ തർക്കങ്ങളുണ്ട്. ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന തർക്കങ്ങളുണ്ട്. തർക്കങ്ങൾ ഉയർന്നു. അത് കോടതിയിലാണ്. ഇപ്പോഴും സുപ്രീം കോടതി അതിൽ വിചാരണ നേടുന്ന ഒരു സമയവുമാണ്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഒരു തർക്കമുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ തർക്കത്തിൻ്റെ പേരിൽ ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന ദേവീദേവന്മാരെ അപഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്വന്തം കൂട്ടരുടെ നടുക്ക് നിൽക്കുമ്പോൾ കാണുന്ന മുഷ്കുണ്ടല്ലോ, ആ മുഷ്കിനനുസരിച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശുദ്ധ തോന്നിവാസം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലാതെ മറ്റൊന്നും തന്നെ പറയാൻ പറ്റില്ല. മറ്റൊന്ന്, തർക്കങ്ങൾ ഒരു വശത്തു നിന്ന് മാത്രമല്ല ഉണ്ടാവുന്നത്. ഇപ്പം വഖഫ് ബോർഡുകൾ ധാരാളം ക്ഷേത്രങ്ങളെ അത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മഹാക്ഷേത്രം, 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം വഖഫ് ഭൂമിയാണെന്നും പറഞ്ഞ് തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ ഹൈന്ദവരാരും പോയിട്ട് മറ്റു രീതിയിൽ പറഞ്ഞിട്ടില്ല. പ്രവാചകനോ അല്ലെങ്കിൽ പ്രവാചകന്റെ ഭാര്യമാരിയുടെ ഈ ലൈംഗിക ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പരിഹസിച്ചിട്ടില്ല. തിരിച്ചും പറയാമല്ലോ, അവർ പറഞ്ഞിട്ടില്ല. അവർ നീതിന്യായ വ്യവസ്ഥയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥ അവർക്ക് നീതി ഉറപ്പാക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വഖഫ് ബോർഡുകൾ ധാരാളം ഹൈന്ദവന്റെ ക്ഷേത്രങ്ങളെ ഉന്നമിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. ഇപ്പോൾ കേരളത്തിലും അത്തരം ഒരു സംഭവം ഉണ്ടെന്നാണ് അറിയുന്നത്. നിജസ്ഥിതി എനിക്കറിയാം. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇത് സംബന്ധിച്ച് ഇതേപോലെ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേൾക്കാൻ കഴിയുന്നു. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. എന്തായാലും എല്ലായിടത്തും ഇത്തരം വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു വാദം പല ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്, പല പള്ളികളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ വെച്ചിട്ട് പള്ളിക്കകത്ത് ശിവന്റെ ലിംഗം തിരയുകയാണോ അല്ലെങ്കിൽ പാർവതിയുടെ ഗുഹ്യത തിരയുകയാണോ എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ധർമ്മം തന്നെ നിശ്ചയിക്കുന്നത് അങ്ങനെയാണ്. ഈ ഇഹലോകത്തിൽ ദൈവത്തിനെ വിളിച്ചു കരഞ്ഞാൽ പരലോകത്ത് കിട്ടുന്ന ലൈംഗിക സുഖമാണ് ആ നീതിശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ധർമ്മബോധത്തിന്റെ അടിത്തറ. അത് പഠിച്ചു വന്നവന് എന്താണ് മനസ്സിലുണ്ടാവുക? ലൈംഗികത മാത്രമേ ഉള്ളിലുണ്ടാവുകയുള്ളൂ. അതേ വിളിച്ചു പറയുകയുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചോളം ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ലൈംഗിക അരാജകത്വമാണ്. 72 പെണ്ണുങ്ങളുടെ കൂടെ രമിക്കുന്ന ഒരു സ്വർഗമാണ് അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു തൂങ്ങാത്ത മാറിടവും മുന്തി നിൽക്കുന്ന പിൻഭാഗങ്ങളുമൊക്കെയുള്ള തരുണീമണികളുമായിട്ട് രമിച്ചു കഴിയുന്ന ഒരു ലോകത്തെ സ്വപ്നം കാണുന്നവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത് സത്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചോളം നമുക്ക് ലൈംഗികത എന്നുള്ളത് മറ്റൊരു വിശേഷമല്ല. അത് ഈ ലോകത്ത് അനുഭവിച്ച് തീർക്കാവുന്ന, അതിനുവേണ്ടി ഒരു ശാസ്ത്രം തന്നെ ഉണ്ടായിട്ടുണ്ട്, കാമശാസ്ത്രം തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്
പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് രമിക്കേണ്ടത് അതുപോലും കൃത്യമായിട്ട് ശാസ്ത്രത്തിൽ ഉൾപ്പെടുത്തിയ ഒരു രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് അതിന് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. ലൈംഗികതയ്ക്ക് പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതല്ലാതെ യുദ്ധം ചെയ്ത് ഭർത്താക്കന്മാരെ കൊന്ന് ഭാര്യമാരെ അടിമകളാക്കി ഭോഗിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിനില്ല. അങ്ങനെ യുദ്ധം ചെയ്ത് അടിമകളാകാൻ വിസമ്മതിച്ച് അഗ്നിയിലേക്ക് എടുത്തു ചാടിയ തരുണീമണികളുള്ള രാജ്യമാണ് ഭാരതം. തന്റെ ഭർത്താവിനെ കീഴടക്കി ഈ പറയുന്ന വരുത്തന്മാർ തങ്ങളെ കടിച്ചു പറിച്ച് തിന്നുമെന്നുള്ള ഭയം മൂത്ത് ആഴി കൂട്ടി ആ ആഴിയിലേക്ക് ചാടിയ യുവതികളുടെ ചരിത്രമാണ് നമുക്ക് ഭാരതത്തിൽ തപ്പിയാൽ കാണാൻ പറ്റുന്നത്. മറ്റ് ഒരു ഈ പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത വ്യവസ്ഥ ഭാരതത്തിലില്ല. യുദ്ധത്തിൽ കീഴടക്കിയ അവിടുത്തെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അടിമകളായി ഭോഗം ചെയ്യുകയും മടുക്കുമ്പോൾ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുകയും ചെയ്യുന്ന സംസ്കാരം ഭാരതത്തിന്റെ ശാസ്ത്രത്തിനില്ല, ഭാരതത്തിന്റെ സംസ്കാരത്തിനുമില്ല. അപ്പൊ ഏത് വ്യവസ്ഥയിലാണെങ്കിലും ഈ ലൈംഗികത എപ്പോഴും പരമോന്നതമായി നിൽക്കുന്ന വ്യക്തിക്ക് പ്രായമേറെയായാലും ശരി ആ കണ്ണുകളോടുകൂടിയേ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. അല്ലാതെ പറയാതെ വയ്യ. മറ്റൊന്ന് നമുക്കറിയാം, ഇപ്പോ ഇത് ഒരു ഹൈന്ദവന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വാക്ക് പുറത്തേക്ക് വന്നതെങ്കിൽ എത്ര വാള് ഇതിനു മുന്നേ പുറത്തേക്ക് ചാടിയേനെ. ഓർക്കുക ജോസഫ് മാഷിന്റെ കൈകൾ. അതുമാത്രമല്ല, മറ്റൊന്ന് നൂപുർ ശർമ്മ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് നൂപുർ ശർമ്മയ്ക്ക് വിലയിട്ടവരാണ്, അവരുടെ തലയ്ക്ക് വിലയിട്ടവരാണ് ഇക്കൂട്ടർ. അതിന്റെ പേരിൽ ഒരു പാവം തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് നൂപുർ ശർമ്മ പറഞ്ഞത് കിതാബിലില്ലാത്ത കാര്യങ്ങളല്ല, കിതാബിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അതിലൊരു നുണയും ഉണ്ടായിരുന്നില്ല, ഒരു അതിശയോക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഈ വർഗത്തിന് മാത്രം എന്താണ് ഒരു പ്രത്യേകത, രാജ്യം കൊടുക്കുന്ന പ്രത്യേകത വല്ലതുമുണ്ടോ? ഇങ്ങനെ പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ മണിക്കൂറുകൾ എത്രയായിട്ടും പിണറായി വിജയന്റെ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ടോ? കേസെടുക്കുമോ? അവരൊക്കെ പരമോന്നതന്മാരാണ്, പണ്ഡിതൻ എന്നാണ് പറയുന്നത്. എന്ത് പാണ്ഡിത്യമാണെന്ന് എനിക്കറിയില്ല. ആ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു അർത്ഥതലങ്ങളുണ്ട്. ആ പണ്ഡിതൻ എന്ന വാക്കിന് ഈ ഇദ്ദേഹത്തിന് മേൽ ചാർത്താൻ പറ്റുമോ? അതിന് അശ്ലീലമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആ പണ്ഡിതൻ എന്ന വാക്ക് ആ മനുഷ്യന് നേരെ ചാർത്തിക്കൊടുത്താൽ അത് അശ്ലീലമായി മാറും എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് ധൈര്യം വരുന്നത് ഹൈന്ദവർ തിരിച്ച് ഒന്നും പറയില്ല, തിരിച്ചടിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അവർ കരുതുന്നു. ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഹൈന്ദവൻ എന്നവർ കരുതുന്നു. കാലം മാറിയിട്ടുണ്ട്. ഇന്ന് തിരികെ ശബ്ദം ഉയർത്താതെ പറ്റാത്തത് കൊണ്ട് തന്നെ ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ തന്നെ എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്താൽ കൃത്യമായ മറുപടി ഞങ്ങൾ തന്നിരിക്കും. നിങ്ങളുടെ കിതാബിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആചാരങ്ങളിലുള്ള സവിശേഷതകൾ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള എക്സ് മുസ്ലിംസ് ധാരാളം വിളമ്പുന്നുണ്ട്. ഞങ്ങൾ അതേപോലെ പറയുന്നില്ല. കാരണം ഒരു ചീത്തക്കാര്യം കണ്ടാൽ അത് ചോദ്യം ചെയ്യാതിരിക്കുകയുമില്ല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ദേവതകളെ കളിയാക്കി കഴിഞ്ഞാൽ
തിരിച്ചു ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ധൈര്യത്തിലാണ് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരും ഇതേപോലത്തെ പണ്ഡിത ശിരോമണികളും ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ഒരു മന്ത്രി ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഹിന്ദു സമൂഹം പ്രതികരിച്ചിട്ടുണ്ട്. ആ മന്ത്രിയൊക്കെ ഇനിയും ഇവിടെ മത്സരിക്കുമല്ലോ, ഇനിയും ഇലക്ഷൻ വരുമല്ലോ, വോട്ട് ചോദിക്കാൻ വരുമല്ലോ. അപ്പോഴൊക്കെ ഇതൊക്കെ കുറേ ആൾക്കാരെങ്കിലും ഓർക്കും. ഓർത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ പാർട്ടിക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആത്മാഭിമാനമുള്ള ഒരു ഹൈന്ദവ സമൂഹം ഇവിടെ ഉണ്ടെന്ന് പണ്ഡിതന്മാർ, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൻ്റെ ബലം കൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ സമുദായം ഒറ്റക്കെട്ടായത് കൊണ്ട്, അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ശക്തി ഉള്ളതുകൊണ്ട് എന്തും പറയാം, മറ്റുള്ളവരത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിലുള്ള ഹൈന്ദവനും കമ്മ്യൂണിസ്റ്റുള്ള ഹൈന്ദവനും ഇത് കേൾക്കുന്നു എന്നോർക്കണം. അവർക്കും പ്രതികരിക്കാൻ ചൂണ്ടുവിരൽ മാത്രം മതി. അതല്ല, നിങ്ങൾ ഇവിടുത്തെ കൊമ്പന്മാരാണ്, ഞങ്ങൾ നിങ്ങളെയൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയും, ഞങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ശഠിക്കുകയാണെങ്കിൽ, എന്ന് ധരിക്കുകയാണെങ്കിൽ അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ. ലോകത്ത് മുഴുവൻ കാണുന്നതാണ് ഈ പറയുന്ന മറ്റുള്ളവർക്ക് നേരെയുള്ള അധിക്ഷേപം, മറ്റുള്ള വിശ്വാസങ്ങളെ ഏറ്റവും കുറച്ച് കാണൽ, അവരൊക്കെ സമൂഹത്തിൽ തെരുവ് പട്ടിയെ പോലെ ആട്ടി അകറ്റപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ചിന്ത. ഇതൊക്കെ തന്നെയും നിങ്ങൾ ശ്രേഷ്ഠരാണ്, നിങ്ങളുടെ ദൈവം മാത്രമാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന അത് പറയാനുള്ള അവസരം നൽകിയ ഈ വലിയ സമൂഹത്തിനോട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ആ വലിയ സമൂഹം പതിയെ മറുപടി നൽകും. ഒരു സംശയം വേണ്ടത്. ജനങ്ങൾ കാണുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ ശാഠ്യങ്ങളും നിങ്ങളുടെ അഹങ്കാരവും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ സമീപഭാവിയിൽ കൂടുതലൊന്നും അങ്ങോട്ട് പോകണ്ട, തിരിച്ചടികൾ ഉണ്ടാവും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക്. ഇത്രയൊക്കെ കേട്ടിട്ടും സന്തത സഹചാരികളായിട്ടുള്ള ഒരു നായപ്രമാണി, കോൺഗ്രസ് നായപ്രമാണിയും മിണ്ടിക്കണ്ടില്ല, മിണ്ടിക്കേട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടത്തില്ല. കാരണം ഇവരൊക്കെ വലിയ വലിയ തമ്പ്രാക്കന്മാരായിട്ടാണല്ലോ അറിയപ്പെടുന്നത്, പണ്ഡിത ശിരോമണികൾ. അവരുടെ വോട്ടിന്റെ ബലത്തിൽ ഒരക്ഷരം മിണ്ടാതെ അവരെ മുമ്പിൽ പോയിട്ട് കൈമുത്തുകയും കാല് കഴുകി കൊടുക്കുകയും തുപ്പിയ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അവർ പ്രതികരിക്കില്ല, ഒരക്ഷരം മിണ്ടില്ല. അണാക്കിൽ പഴം വീണമാരി അക്ഷരം പറയാതെ മിണ്ടാതിരിക്കും. ഇവിടെയാണ് ആത്മാഭിമാനമുള്ള ഹൈന്ദവൻ ശബ്ദമുയർത്തിയിടുന്നത്. തർക്കങ്ങളുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ പരമോന്നത കോടതികളിലുണ്ട് ധാരാളം. ആ കോടതികളാണ് തീർക്കേണ്ടത്. അതല്ലാതെ ഞങ്ങൾക്ക് ബലമുണ്ട്, ആ ബലമുള്ളിടത്ത് ഞങ്ങൾ ഇത് തോന്നിയതൊക്കെ വിളിച്ചു പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി തീരുക തന്നെ ചെയ്യും. എന്തായാലും ആ സമൂഹത്തിൽ കുറച്ചുപേരെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് വകതിരിവോടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസമായിട്ട് തോന്നുന്നത്. പക്ഷേ അണ്ടിയോടെടുക്കുമ്പം മാങ്ങയുടെ പുളി അറിയും. ഈ രാമസിംഹൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇന്നലെ നമ്മൾ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടുള്ളൂ, 5 നേരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇലാഹല്ലാതെ വേറെ ഒരു ഇലാഹും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് നമ്മെ വിളിച്ചുകൂവി ഓർമ്മിപ്പിക്കുന്നവർ ആ വാക്കുകളിൽ തന്നെയുണ്ട്. ഞങ്ങൾ മാത്രം, ഞങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളൂ, മറ്റു ദൈവങ്ങളൊന്നുമില്ല. ശിവനില്ല, പാർവതിയില്ല, ബ്രഹ്മാവില്ല, യേശുക്രിസ്തു ഇല്ല, യഹോവയില്ല, ഞങ്ങളുടേത് മാത്രം എന്നുള്ളൊരു ശാഠ്യമുണ്ടല്ലോ. ആ ശാഠ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ
അതിനനുസരിച്ച് മറ്റു സമൂഹങ്ങളൊക്കെ നിൽക്കും എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമായി. തിരുത്തണം. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. പുതിയ സാമൂഹിക വ്യവസ്ഥയിലാണ്, 6-ാം നൂറ്റാണ്ടിലല്ല എന്ന് ആലോചിക്കണം. ആ 6-ാം നൂറ്റാണ്ടിലെ നുണകളും അതല്ലെങ്കിൽ മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച അവസ്ഥകളുമല്ല ലോകത്തിന് ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഗാസയിൽ മലക്കുകൾ ഇറങ്ങാത്തത്. അവിടെ മനുഷ്യർ മരിച്ചു വീഴുന്നത്, ഭീകരവാദികൾ വെടിയേറ്റ് വീഴുന്നത്, അഫ്ഗാനിസ്ഥാനിൽ ബോംബ് പൊട്ടുന്നത്, ലെബനോനിൽ കത്തി അമർന്നത്, അവിടെയൊന്നും മലക്കുകൾ ഇറങ്ങിയില്ല. കാരണം ലോകം മാറിയിരിക്കുന്നു. ഈ 6-ാം നൂറ്റാണ്ടിൽ പഠിച്ച പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ശത്രുവിനെ കൊല്ലാൻ ആയുധങ്ങളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് പരാജയം എന്ന് ലോകം മുഴുവൻ കാണുന്നു. അത് മനസ്സിലാക്കണം. ഭാരതീയര്, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം സമാധാനപ്രിയരാണ്. അവർക്ക് 30 കോടി ദേവതകളുണ്ട്. ആ ദേവതകളിലെല്ലാം ഒരൊറ്റ ഈശ്വരനെയാണ് അവർ കാണുന്നത്. ഒരുപക്ഷെ ധാരാളം പൂജാമുറികളിൽ 786 എന്നുള്ള ബോർഡും ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപവും കണ്ടെന്ന് വരാം. കാരണം അവർക്ക് ലോകമേ തറവാട് എന്നുള്ള വിശ്വാസ പ്രമാണമുള്ളവരാണ്. ഏത് വഴിക്ക് പോയാലും ഈശ്വരങ്കിലേക്ക് മടങ്ങാം എന്ന് വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവൻ. ആ വിശ്വാസ പ്രമാണങ്ങളോട് ജീവിക്കുമ്പോൾ, ആ വിശ്വാസ പ്രമാണത്തിന് കത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ദേവതകളുടെ തുണി ഉരിയാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ച അന്ന് മുതലാണ് കേരളത്തിന് ദുരിതങ്ങൾ തുടങ്ങിയത്. ആ ദുരിതം ഇന്നും തീർന്നിട്ടില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ആ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് അയ്യപ്പന്മാരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ തല്ലി, പലരെയും കൊന്നു. അതിന്റെ തിക്തഫലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോടിക്കണക്കിന് മനുഷ്യർ എത്തുന്ന ഒരു ദേവതാ സങ്കല്പത്തിലെ ആചാരങ്ങൾ മുടക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ തുനിഞ്ഞിറങ്ങിയപ്പോൾ അത് ആ സർക്കാരിനെ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, കേരളത്തിൻ്റെ മൂർത്തി എന്നറിയപ്പെടുന്ന, കേരളത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന അയ്യപ്പനോട് കാണിച്ച ആ ആചാര ലംഘനത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഭാരതം എക്കാലവും ഏറ്റവും കൂടുതൽ ശക്തിമത്തായിട്ട് വിശ്വസിക്കുന്നതാണ് ശിവസങ്കല്പം. ഒരുപാട് ശിവാരാധകരുള്ള രാജ്യമാണ് ഭാരതം. അങ്ങ് കൈലാസത്തിൽ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ആ വിശ്വാസം ഉണ്ട് താനും. ആ ശിവഭഗവാന്റെ അടയാളം എന്ന അർത്ഥത്തിലാണ് ഞങ്ങളൊക്കെ ശിവലിംഗത്തെ പൂജിച്ചു വരുന്നത്. അടയാളമാണത്, ലൈംഗിക അവയവമല്ല. അതാദ്യം പണ്ഡിതൻ മനസ്സിലാക്കണം. പിന്നെ ദേവതാസങ്കല്പങ്ങൾ, ഞങ്ങളുടെ ദേവതകളൊക്കെ ഈ പറയുന്ന പോലെ ഈ ഗുഹ്യഭാഗങ്ങൾ ഉള്ളതാണ്. കൃത്യമായിട്ടും അവർക്ക് പിരീഡ് ഉണ്ടാകുന്ന സങ്കല്പം പോലും ഞങ്ങളുടെ ദേവതകൾക്കുണ്ട്. മനുഷ്യരിൽ നിന്ന് അകന്ന് നിൽക്കുന്നല്ല, മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ദൈവസങ്കല്പം ഒക്കെ തന്നെയും. ഞങ്ങൾ തന്നെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവർ. തത്വമസി, ഞാൻ തന്നെയാണ് ശിവനും, ഞാൻ തന്നെയാണ് പാർവതിയും, ഞാൻ തന്നെയാണ് ഗണേശനും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. ആ ഹൈന്ദവ സമൂഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവതയാണ് ശിവൻ. ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദേവതയാണ് പാർവതി.
അവരെ ആരാധിക്കുന്നവർ, എൻ്റെ ശിവനെ എന്ന് വിളിക്കുന്നവർ, എൻ്റെ ദേവിയെ എന്ന് വിളിക്കുന്നവർ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഇവിടെ. അത് പണ്ഡിതൻ മനസ്സിലാക്കണം. മാപ്പ് പറയണം ഈ ഹൈന്ദവ സമൂഹത്തോട്. മറ്റ് കോടതി തർക്കങ്ങൾ, ക്ഷേത്ര തർക്കങ്ങളൊക്കെ പോലീസിന്റെ കോടതിയുണ്ട്, അവർ തീരുമാനിക്കും. നിങ്ങളാരാ തീരുമാനിക്കാൻ? ഇതിലും വലിയ തർക്കമായിരുന്നല്ലോ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നതിന്റെ പിന്നിൽ ആരായിരുന്നു? ഒരു മുസൽമാനായിരുന്നു. അവിടെ കുഴിച്ച് നോക്കി കണ്ടെത്തിയത്, ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മുഹമ്മദ് തന്നെയായിരുന്നു. കൊടുപുള്ളിക്കാരൻ മുഹമ്മദ് ആയിരുന്നു. ആ മുഹമ്മദാണ് സാക്ഷ്യപത്രം നൽകിയത്, ഇത് ക്ഷേത്രമായിരുന്നു എന്ന്. അങ്ങനത്തെ മുഹമ്മദ്മാർ ജീവിക്കുന്ന രാജ്യമാണ് ഭാരതം. ഓർക്കണം, അത്തരം മുഹമ്മദ്മാർ ഇന്ന് ആദരിക്കപ്പെടുന്നുമുണ്ട്. സത്യമായി വിളിച്ചു പറയാൻ, ഇത് ഞങ്ങളുടെ മുതലല്ല, ഇത് നമ്മുടെ മുതലല്ല, ഇത് അവരുടേത് തന്നെയാണ് എന്ന് പറയാനുള്ള ഊറ്റം, നട്ടെല്ല്, അത് സമൂഹത്തിന് വേണം. അതിനെ തുറന്നിട്ട് കൊടുക്കണം. വരൂ, നോക്കൂ, ഇവിടെ നിങ്ങളുടെ ദേവതകളുണ്ടോ? എന്തുകൊണ്ടത് പറയാൻ കഴിയുന്നില്ല? ആരാധനാലയങ്ങൾ മലർക്കെ തുറന്നിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ കള്ളത്തരമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ കഴിയാത്തത്? നമുക്ക് ഏതെങ്കിലും മക്കയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊക്കെ അവിടെ പ്രവേശിക്കാം, എല്ലായിടത്തും പ്രവേശിക്കാം. ഇവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ എല്ലാ മതക്കാർക്കും പ്രവേശിക്കാം. മുസ്ലിം പള്ളികളിലും അങ്ങനെ പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. ശുദ്ധിയോടുകൂടി കയറാമെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് കയറി നോക്കിക്കൂടാ? അനുവദിക്കണം. അവിടെ ഒന്നുമില്ലെങ്കിൽ അനുവദിക്കണം. ഗ്യാൻവാപ്പിയിൽ ഒന്നുമില്ലെങ്കിൽ ആ ശിവന്റെ ലിംഗമെന്നത് കരുതുന്ന ആ കല്ലെടുത്ത് പുറത്തേക്കെടുത്തിട്ട് പരിശോധിക്കാൻ അനുവദിക്കണം. അവിടെയാണ് സഹിഷ്ണുത, അതാണ് മര്യാദ. അങ്ങനെ തയ്യാറാവാതെ ഈ പറയുന്ന ഓരോ പള്ളിക്കകത്തും വന്ന് ശിവന്റെയും പാർവതിയുടെയും ഗുഹ്യത തേടുന്നവരായിട്ട് ഹൈന്ദവനെ ചിത്രീകരിക്കുമ്പോൾ വേദനിക്കുന്നവരുണ്ടാകും. വേദനിക്കും, ഉറപ്പാണ്. നിങ്ങളുടെയൊക്കെ വേരെവിടെയാണ് നിൽക്കുന്നത്? ഈ ശിവനിലും പാർവതിയിലും തന്നെയാണ് നിങ്ങളുടെയൊക്കെ വേര് നിൽക്കുന്നത്. എത്ര തലമുറയായി നിങ്ങൾ ഈ വിഭാഗമായി മാറിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 4-5 തലമുറയ്ക്ക് അപ്പുറത്ത് ഇതേപോലെ പൊട്ടുതൊട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നിങ്ങളൊക്കെ തന്നെയും. അല്ലാതെ അങ്ങ് അറബിയിൽ നിന്ന് വന്നിട്ട് അറബി ഇവിടെ ഒന്ന് മുട്ടയിട്ട് വിരിയിച്ചതല്ല. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ട് മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം. മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങണം. ഇന്ന് നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം മനുഷ്യർ വായിക്കാനും അന്വേഷിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. മനുഷ്യർ വായിക്കാനും അന്വേഷിക്കാനും തുടങ്ങി. അങ്ങനെ വായനയും അന്വേഷണവും തുടങ്ങിയപ്പോൾ 6-ാം നൂറ്റാണ്ടുള്ള പലതും പ്രാകൃതമെന്ന് അവൻ തിരിച്ചറിയാനും തുടങ്ങി. അത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യാനും തുടങ്ങി. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സമൂഹം തയ്യാറാവണം. ഏത് സമൂഹമാണെങ്കിലും, ഹൈന്ദവ സമൂഹമാണെങ്കിലും ശരി, ക്രിസ്ത്യൻ സമൂഹമാണെങ്കിലും ശരി, മുസ്ലിം സമൂഹമാണെങ്കിലും, മറ്റുള്ളവർക്ക് നേരെ വിരലും അങ്ങ് ചൂണ്ടുമ്പോൾ 3 പേരുടെ തന്നിലേക്ക് തന്നെ വരുന്നുണ്ടെന്ന് ആലോചിക്കണം. ആലോചിക്കേണ്ട സമയമായി. വീണ്ടും പറയുന്നു, ഞങ്ങൾ പ്രതികരിക്കും, പ്രതികരിക്കാതിരിക്കില്ല. ഇനിയെങ്കിലും ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞ പേര് വെച്ച് നടക്കുന്നവർ അല്പം പാണ്ഡിത്യം കാണിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.